കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായർ 4:15 നാം ഇപ്രകാരം വായിക്കുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. നമ്മുടെ മഹാപുരോഹിതനായ യേശു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സർവജ്ഞാനിയായ നമ്മുടെ സൃഷ്ടാവാൻ ദൈവം ഒരുപക്ഷെ മനുഷ്യരൂപം സ്വീകരിക്കാതെ തന്നെ നമ്മുടെ കഷ്ടങ്ങളെക്കുറിച്ച് തീർച്ചയായും സഹതപിച്ചിരിക്കാം. എന്നാൽ യേശുവിന്റെ സഹതാപം മനുഷ്യരൂപത്തിൽ നാം സഹിക്കുന്ന കഷ്ടങ്ങളെ നേരിൽ അനുഭവിച്ച് അറിയുന്നതിലെത്തിച്ചു. ഏതെങ്കിലും കഷ്ടങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒരാളോട് നമുക്ക് സഹതാപം കാണിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ നാമും അതേ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അർത്ഥപൂർണമായി നമുക്ക് സഹതപിക്കുവാൻ കഴിയും. ഉദാഹരണമായി, ഏക മകനെ നഷ്ടപ്പെട്ട ഒരമ്മയോട് അപ്രകാരം നഷ്ടം അനുഭവിച്ച ഒരമ്മയ്ക്ക് മറ്റുള്ളവരെക്കാൾ ഫലപ്രദമായി സഹതാപം കാണിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നത്. നാം കടന്നു പോകുന്ന എല്ലാറ്റിലും കൂടെ കടന്നുപോയിട്ട് നമ്മോട് യഥാർത്ഥ സഹതാപം കാട്ടിക്കൊണ്ട് നാമുമായി ഒരു കൂട്ടായ്മയിലായിരിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ മണവാളൻ ആകുന്നത് കൊണ്ട് തന്റെ മണവാട്ടിയായ നാം കടന്നു പോകുന്ന എല്ലാറ്റിലും കൂടി താനും കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാത്രമേ നമുക്കൊരു മാതൃകയായി തീർന്നുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് തനിക്ക് അർത്ഥപൂർണമായി പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷകളെല്ലാം യേശു അവിടുന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൻ ഒരു ജയാളിയായി തീർന്നതുപോലെ നിങ്ങൾക്കും ജയിക്കുവാൻ അവിടെ നിന്നും സഹായം നമുക്ക് വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ നിരാശകൾ, മറ്റ് ശോധന വേളകൾ, ആന്തരികമോ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ, പ്രലോഭനങ്ങൾ, ഇതിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ എന്താണെന്നും ഇതിന് ആഴം എന്താണെന്നും വളരെ നന്നായി ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള യേശുവിന് നിശ്ചയമായും നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാൻ കഴിയും. എബ്രായർ 4:15 നമ്മളോട് ഇപ്രകാരം വീണ്ടും വ്യക്തമാക്കുന്നു: യേശു നമ്മെ പോലെ സകലത്തിലും പരീക്ഷിതനായി, അതുകൊണ്ട് അവിടത്തേക്ക് നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയും. എല്ലാ പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെയും സമ്മർദ്ദം നമ്മെ പോലെ തന്നെ യേശു അനുഭവിച്ചു. അല്ലെങ്കിൽ ഒരിക്കലും സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന പ്രയോഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. സാത്താൻ തന്നെ പരീക്ഷിക്കുമ്പോൾ അതിലേക്കുള്ള ആകർഷണ ശക്തി, അതിന്റെ വലിവ് താൻ അനുഭവിച്ചുവെങ്കിലും അപ്പോൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരസിച്ചു. ആ വലിവുണ്ടായിരുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് പരീക്ഷയെന്നോ പ്രലോഭനമെന്നോ വിളിക്കുവാൻ കഴിയുകയില്ല. ഈ പരീക്ഷണങ്ങൾ ഒരു വടംവലി പോലെയാണ്. നാം വടംവലി മത്സരം കണ്ടിട്ടുണ്ട്. ഈ വടത്തിന്റെ രണ്ട് തലക്കിലും രണ്ടു കൂട്ടം കളിക്കാർ നിന്നുകൊണ്ട് ഈ വടം തങ്ങളുടെ വശത്തേക്ക് ആഞ്ഞു വലിക്കുന്നു. ഒരു ഭാഗത്തേക്ക് അതിന്റെ ഒരു എഡ്ജ്, കരുത്ത് പിടിച്ചെടുക്കാനുള്ള ശക്തി ലഭിക്കുമ്പോൾ മറ്റേ കൂട്ടർ പരാജയപ്പെടുന്നു. നിങ്ങൾ വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങളെ വലിക്കുമ്പോൾ എതിർ ദിശയിലേക്കുള്ള പിടുത്തം നിങ്ങൾക്ക് പലപ്പോഴും അനുഭവമാകും. അതിനെയാണ് നാം പരീക്ഷ എന്ന് വിളിക്കുക. നമ്മുടെ വശത്തേക്ക് നാം വലിക്കുന്നില്ലെങ്കിൽ അവിടെ വടംവലിയില്ല. ഇപ്രകാരം ഒരു മത്സരത്തിന്റെ അല്ലെങ്കിൽ ആ വടംവലിയുടെ ശക്തിമേറിയ ആ പിടുത്തം, ആ സമ്മർദ്ദവും യേശുവിന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മെപ്പോലെ അവിടുന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മത്തായി സുവിശേഷം 4:1 ലൂക്കോസ് 4:2 യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നും എബ്രായർ 4:15 അവൻ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റെന്ന് നമുക്ക് പറയേണ്ടി വരും. ആയതിനാൽ പ്രിയമുള്ളവരെ, പരീക്ഷ എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാപം ചെയ്യാനുള്ള പരീക്ഷ ഉദ്ദേശിച്ചാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും കടന്നു പോകാവുന്ന എല്ലാ പരീക്ഷകളുടെയും യേശു കടന്നുപോയി. ക്രിസ്തു പാപം കൂടാതെ പരീക്ഷിക്കപ്പെട്ടു, അഥവാ അതിന്റെ അർത്ഥം അവൻ പാപം ചെയ്തില്ല എന്നത്രേ. ഒരിക്കലും കർത്താവിന് വീണു പോകാൻ കഴിയുമായിരുന്നില്ല. അവൻ ദൈവമായിരുന്നു. എന്നിരുന്നാലും പരീക്ഷയുടെ സമ്മർദ്ദം യേശുവിന് മേൽ വളരെ അധികമായി ഒന്നൊന്നായി വെളിപ്പെട്ടു വന്നു. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്: ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ്റെതൊന്നും എന്റെ പക്കലില്ല. യോഹന്നാന്റെ സുവിശേഷം 14:30. ലോകത്തിന്റെ പ്രഭുവിന് അവകാശം പറയാവുന്ന ഒരു കാര്യവും തന്റെ മേൽ ആരോപിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. അതിന്റെ അർത്ഥം ഇനി നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ഗെത്സമനയിലെ ഭയാനകമായ പരീക്ഷണങ്ങൾ, അതിനുശേഷമുള്ള കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾ, ചമ്മട്ടിയും ചാട്ടുമാറും കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, പൈശാചികമായ ശിക്ഷാവിധികൾ, ഒരു ശാപമരണം പോലെ മരക്കുരിശിൽ കുറ്റവാളികളുടെ കൂടെ തന്നെയും ക്രൂശിക്കുക എന്നുള്ള മതത്തിന്റെയും ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ ശക്തികളുടെയും സാക്ഷാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താൻ അധികാരികളുടെയും ഒന്നിച്ചുള്ള ശക്തി കേന്ദ്രങ്ങൾ എത്ര വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ടും സൈന്യത്തെ കാവൽ നിർത്തിയിട്ടും റോമൻ ചക്രവർത്തിയുടെ
മുഖഛായയുള്ള ഇമ്പീരിയൽ മുദ്ര, ഇമേജ്. അതുകൊണ്ട് കല്ലറ, അതിലെ കല്ല് സീല് ചെയ്ത് ശക്തിപ്പെടുത്തിയിട്ടും പ്രിയമുള്ളവരെ, അതൊന്നും ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സമായിരുന്നില്ല. ലോകം ചെയ്യാവുന്നതെല്ലാം ചെയ്തു. നസ്രയ മാർഗത്തെ അവസാനിപ്പിക്കുവാൻ, നസ്രയ മതത്തെ കുടിച്ചു മൂടുവാൻ, ക്രൂശ് കൊണ്ടും മരണം കൊണ്ടും കല്ലറ കൊണ്ടും യേശുവിന്റെ പ്രവൃത്തിയെ അവസാനിപ്പിക്കുവാൻ മതവും രാഷ്ട്രീയ ശക്തികളും ഭരണ നേതൃത്വങ്ങളും പുരോഹിതന്മാരും എല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടും കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. പാതാള ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട്, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കൊണ്ട് യേശു കർത്താവ് ഒടുക്കത്തെ മരണത്തിന്മേൽ ജയം പ്രഖ്യാപിച്ചു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കല്ലറയിൽ നിന്ന് യേശു മൂന്നാം നാൾ പുറത്തു വന്നു. യേശുവിന് ഉയർത്തെഴുന്നേൽപ്പിന് കല്ലറയോ കല്ലോ മുദ്രയോ സൈന്യമോ ഒന്നും തടസ്സമായിരുന്നില്ല. കാരണം കല്ലറയ്ക്ക് ഉള്ളിൽ കിടക്കുന്നവൻ ദൈവപുത്രനാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അവൻ യുഗങ്ങളുടെ പാറയാണ്, പുരാതനമേ പാറയായവൻ. ആ പാറയുടെ പുറപ്പാടിനെ, ഉയർത്തെഴുന്നേൽപ്പിനെ, പുനരുത്ഥാനത്തെ തടയുവാൻ വെട്ടിവെച്ച പാറയ്ക്ക് കഴിയുകയില്ല, മുദ്ര വെച്ച പാറയ്ക്ക് കഴിയുകയില്ല, ഉരുട്ടിവെച്ച പാറയ്ക്ക് കഴിയുകയില്ല. ഈ കല്ലറയ്ക്ക് യേശുവിനെ ഒതുക്കി വെക്കുവാൻ കഴിയുകയില്ല. തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല. പാതാള വേദനകൾ അവനെ പിടിച്ചുവെങ്കിലും മരണവാശകളെ അടിച്ചിട്ട് യേശു ഉയർത്തു. യേശുവിന് കല്ലറ തടസ്സമായില്ല, കല്ല് തടസ്സമായില്ല. ഇവിടെ നിൽക്കുന്ന ശതാധിപന്റെ നേതൃത്വത്തിലുള്ള സൈന്യം 24 മണിക്കൂറും ജാഗരൂകരായി ഉയർത്തെഴുന്നേൽപ്പിനെ തടയുവാൻ ആയുധമേന്തി നിന്നിട്ടും പിന്നത്തേതിൽ അവർക്ക് കള്ളക്കഥ പറഞ്ഞു വരുത്തേണ്ടി വന്നു. യേശുവിന് ശിഷ്യന്മാർ രാത്രി വന്ന് ഈ ഭൗതിക ശരീരം മോഷ്ടിച്ചുകൊണ്ടു പോയെന്ന്. ഇത്രമാത്രം ഉറപ്പാക്കപ്പെട്ട കല്ലറയിൽ നിന്ന് സൈന്യസമേതമായ ആയുധധാരികൾ കാവൽ കാത്തു നിൽക്കുമ്പോൾ രാത്രിയിൽ വന്ന് യേശുവിന്റെ ശരീരം എടുത്തോണ്ട് പോയെന്നുള്ള കള്ളക്കഥ പറഞ്ഞിട്ടും ഒത്തുവന്നില്ല. കള്ളക്കഥയ്ക്കും കെട്ടുകഥയ്ക്കും ഒട്ടും ആയുസ്സുണ്ടായി. നാം ചിന്തിച്ചു വന്നത് കല്ലറയിലെ കല്ലോ അതിന്റെ മുദ്രയോ സൈന്യനിരകളോ യേശുവിന് ഉയർത്തെഴുന്നേൽപ്പിനെ തടയുവാൻ കഴിയുമായിരുന്നു. കാരണം സൈന്യം കാവൽ കാത്തു നിൽക്കുന്നുവെങ്കിലും കല്ലറയ്ക്കകത്ത് കിടക്കുന്നവൻ സൈനികന്റെ അധിപതിയാണ്. ഈ കല്ലറയിൽ കിടക്കുന്നവൻ തത്വത്തിന് മുദ്രയാണ്. ആയതിനാൽ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ റോമൻ കൈസറിന്റെ മുദ്രയ്ക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ലോകത്തിന് പ്രഭുവിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവന്റേതൊന്നും എന്റെ പക്കലില്ലെന്ന്. ലോകത്തിന് പ്രഭുവിന് ചൂണ്ടിക്കാണിക്കുവാൻ, ക്വസ്റ്റ്യൻ ചെയ്യുവാൻ, ആരോപണം ഉന്നയിക്കുവാൻ, തനിക്ക് എതിരെ എന്തെങ്കിലും ദുഷ്കീർത്തിപരമായ കാര്യങ്ങൾ ഉന്നയിക്കുവാൻ യാതൊരു അവകാശവാദങ്ങളും ഉണ്ടായിരുന്നില്ല. യേശു കർത്താവ് ഏകദേശം 3.5 വർഷത്തോളം 42 മാസത്തോളം ഭൂമിയിൽ ശുശ്രൂഷിച്ചു. ഏതെങ്കിലും പർവ്വത മുകളിൽ ഇരുന്നുകൊണ്ട് ഒരു കൂട്ടം ശിഷ്യന്മാരെ ശിക്ഷിച്ചെടുക്കുകയല്ലായിരുന്നു കർത്താവ് ചെയ്തത്. പാപികളും ചുങ്കക്കാരും ഒക്കെ തന്നെ സ്നേഹിതന്മാർ, പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കാൽക്കൽ വന്നിരിക്കുവാൻ അതിനുള്ള അവകാശവും അനുവാദവും കൊടുത്തു. പട്ടണത്തിലെ പാവനിയെ സ്ത്രീക്ക് കാൽപാദങ്ങൾ ചുംബിക്കുവാൻ, ആ കാൽപാദങ്ങളിലേക്ക് ഏത് സ്ത്രീയുടെ മഹത്വം എന്ന് പറയുന്നത് തലമുടിയാണ്. തലമുടി അഴിച്ച് കണ്ണുനീരുകൊണ്ട് ആ കാൽ കഴുകി തലമുടി കൊണ്ട് ആ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം അവളെ അനുവദിച്ചു. ശബരിക്കാരത്തെ സ്ത്രീയോട് മണിക്കൂറുകൾ സംസാരിച്ചിട്ടും യേശുവിന്റെ സ്വഭാവവും യേശുവിന്റെ കരുണയും യേശുവിന്റെ മനസ്സിലും യേശു നൽകിയ രൂപാന്തരം ആ സഹോദരിക്ക് സംഭവിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞത്, ഞാൻ മറ്റൊരു പുരുഷനെ കണ്ടെന്ന്. ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് വരെയും 5 പുരുഷന്മാരും ഇപ്പോൾ വന്നു പോകുന്ന പുരുഷനും 5 1 6 6 1 7 അങ്ങനെ പറയേണ്ടവളായിരുന്നു. പക്ഷേ 7ാമത് കണ്ട പുരുഷൻ അവളെ മാറ്റി, അവളുടെ ജീവിതത്തെ മാറ്റി, കാഴ്ചപ്പാടിനെ മാറ്റി, മനോഭാവത്തെ മാറ്റി. ഇതാണ് ക്രിസ്തു നൽകുന്ന രൂപാന്തരം. എല്ലാവരും കൂടി യേശു ഇടപെട്ടു. എന്നിട്ടും കർത്താവ് പാപം ചെയ്തില്ല.